ഹായ്, കൃഷ്ണാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഒരു രസകാളനാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ അമ്പലങ്ങളിലൊക്കെ അന്നദാനത്തിനൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന നല്ല ടേസ്റ്റുള്ള രസകാളൻ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം. ഞാനിതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 1/2 കിലോ ചേന സാമാന്യം വലിയ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ വെള്ളരിക്ക വലിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നാളികേരം വേണം. ഞാൻ ഒരു മുറി നാളികേരം, അതായത് നാളികേരത്തിൻ്റെ പകുതി നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ 3 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ തന്നെ ജീരകവും എടുത്തിട്ടുണ്ട്, നല്ല ജീരകവും എടുത്തിട്ടുണ്ട്. പിന്നെ താളിപ്പിനായിട്ട് കടുക് 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 3-4 കപ്പൽ മുളക് എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ വേണത് ചെയ്യാൻ. നമുക്കിനി ആദ്യമായിട്ട് നമുക്കിതിൽ ഞാൻ അടുപ്പത്ത് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്യാം. ചേനയ്ക്ക് കുറച്ച് വേവ് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ആദ്യം ചേന ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അതിലൊന്നും ചേർക്കുന്നില്ല, വെറുതെ ചേന ഇട്ടിട്ട് ഒന്ന് വേവിച്ച ശേഷം നമുക്ക് ചേന വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്തി കൊടുക്കാം. ചേന ഒരു പകുതി വേവുമ്പോൾ നമുക്ക് വെള്ളരിക്കൊക്കെ ചേർക്കാം. അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തുറന്ന് നോക്കാം. ചേന പകുതി വേവായിട്ടില്ല. ഈ സമയത്ത് നമുക്കിതിലേക്ക് വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ മുളക് പൊടി എടുത്ത് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആ സമയമാകുമ്പോഴേക്കും ഞാനിതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കിയിട്ട് വരാം. തുറന്ന് നോക്കാം. ചേനയും വെള്ളരിക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻസിൽ പറയാൻ മറന്നുപോയി. മോരാണത്. ഇതിലേക്ക് തൈര് വേണമെന്നല്ല. നമ്മൾ സദ്യക്കൊക്കെ കുറുക്ക് കാളിനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കട്ട തൈര് വേണം. ഇത് ലേശം ലൂസായതാണ് വേണ്ടത്. രസകാളിന് എപ്പോഴും രസം പോലെ തന്നെ ഇപ്പോൾ അയഞ്ഞിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം ഞാൻ ഏതാണ്ട് 1/4 ലിറ്ററോളം മോരെടുത്തിട്ടുണ്ട്. ലേശം പുളിച്ച മോര് വേണം ഇതിലേക്ക് ഉപയോഗിക്കാൻ. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഈ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ രസകാളം ഇവിടെ പാകമാവാനായിട്ടുണ്ട്. നിന്ന് തള പൊട്ടി വരണം. നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്തി കൊടുക്കണം. കറിവേപ്പില കുറച്ച് നന്നായിട്ട് തന്നെ ചേർക്കണം. തള പൊട്ടി വരുമ്പോഴേക്കും ഇങ്ങനെ ചേർത്തി കൊടുക്കാം. കറിവേപ്പില ചേർക്കുമ്പോഴുള്ള കറികളിലേക്കൊരു മണം. അമ്പലങ്ങളിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇതിന്. നിങ്ങളൊക്കെ
ഒരുപക്ഷെ തയ്യാറാക്കുന്നുണ്ടാവാം. ഇതേ രീതിയിൽ തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് ദിവസമായിട്ട് ലൈവിലൊക്കെ പോണ കാരണം പാചകങ്ങളൊന്നും വീഡിയോ ചെയ്യാൻ സാധിക്കാറില്ല. പൊട്ടി വന്നു. നമുക്കിനി ഇത് വാങ്ങി വെച്ച ശേഷം തന്നെ താളിപ്പ് തയ്യാറാക്കാം. ഇത്രയും തിളച്ചാൽ മതി. കറിവേപ്പില നന്നായി ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് എല്ലാ കറികൾക്കും ടേസ്റ്റ് വരുന്നത്. പിന്നെ വാങ്ങുന്ന കറിവേപ്പിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മഞ്ഞവെള്ളത്തിലിട്ടൊക്കെ കഴുകിയിട്ട് എടുക്കാവൂ. അവരതിൽ പലതരം മരുന്നുകളും അടിക്കും. ഞാൻ എന്താ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വെളിച്ചെണ്ണ തന്നെ വേണം ഇത് ഉപയോഗിക്കാൻ. നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. താളിപ്പാണ് ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് തരുന്നത്. അതിൽ നമ്മൾ ചീനച്ചട്ടി ചെറുതായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. 1/4 ടീസ്പൂൺ ഉലുവ, കടുക്, വറ്റൽമുളക്. വറ്റൽമുളക് ഇത്തിരി 3-4 കുഴപ്പമില്ല, അത് ടേസ്റ്റ് ഉണ്ട്. ഗ്യാസ് തിന്നാക്കി വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് കൂടി കറിവേപ്പില വെച്ച് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്യാസ് ഓഫാക്കാം. താളിപ്പ് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ രസകാളം ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ രസകാളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.